തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറ, എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല. റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിപ്പാട് കൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ കാണുന്നതാണ്. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റം വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5-ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടറുടെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SP കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. 5-ാം ദിവസമാണ് എത്തുന്നത്. ഈ ഞാൻ പറഞ്ഞ ലാൻഡ് കരഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് പോയി മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സയന്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല. വേറെ ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2 പ്രാവശ്യം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറ, എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല. റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിപ്പാട് കൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ കാണുന്നതാണത്. ഇന്നലെ സാധനം ഈ റോക്ക് അവിടെ ഡ്രില്ല് ചെയ്ത് എല്ലാം അടിവരെ മാന്തിയിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത സാധനം അവളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ്. ആ വീഡിയോ കയ്യിലുണ്ട്. മാർക്ക് ചെയ്ത് ആരൊക്കെയാന്ന് വീഡിയോ കയ്യിലുണ്ട്. എനിക്ക് അതിന്റെ ഇറങ്ങി മൊത്തം പരിശോധിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു മാനുവൽ ചെയ്യുന്ന ആളാണ്. ഇന്നലെ രാത്രി മണ്ണിലുണ്ടെന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ലാൻഡ് കരഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് പോയി മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സയന്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല. വേറെ ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2 പ്രാവശ്യം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, അന്നോട്ട് പറയുന്നുണ്ട്. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയൊരു ഹെവി ട്രക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടത് സോണാറിലെ പറ്റേ എന്തെങ്കിലും അടിയിൽ കിട്ടാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പൊ മത്സ്യത്തൊഴിലാളികളോ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും. ഇതിനൊക്കെ ബോഡി മത്സ്യത്തൊഴിലാളി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു ഇതാണ് നമ്മൾ അത്രയും പാടുപെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, രാവിലെ എണീച്ച് പോകുന്ന മഴ കൊള്ളുന്നുണ്ട്. പരിമിതി അറിയാം.